നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. മുട്ടവില തൊട്ടാൽ പൊട്ടും വിധം കുതിച്ച് കയറ്റത്തിൽ. മുട്ടവില തൊട്ടാൽ പൊട്ടും വിധം കുതിച്ച് കയറുന്നു. 5 രൂപ 50 പൈസ ഉണ്ടായിരുന്ന കോഴിമുട്ടയ്ക്ക് ഇപ്പോൾ ചില്ലറ വിപണിയിൽ 8 രൂപ മുതൽ 10 രൂപ വരെയാണ് വില. എറണാകുളം ജില്ലയിലെ ഹോൾസെയിൽ വിപണിയിൽ 7 രൂപ മുതൽ 7 രൂപ 50 പൈസ വരെയാണ് നിലവിലെ വില. വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള നാടൻ കോഴിമുട്ടയ്ക്ക് 9 രൂപയിൽ നിന്നും ഉയർന്ന് നിലവിൽ 12 രൂപ മുതലാണ് കടകളിൽ ഈടാക്കുന്നത്. തിരുവനന്തപുരത്ത് വെള്ളമുട്ടയ്ക്ക് 7 രൂപ 40 പൈസയും നാടൻ മുട്ടയ്ക്ക് 7 രൂപ 80 പൈസയും ആയിരുന്നു വില. ഒരു മാസം മുമ്പ് ഇവ യഥാക്രമം 6 രൂപ 70 പൈസയായിരുന്നു. കോഴിക്കോട് നാടൻ മുട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന BV 380 കോഴിയുടെ മുട്ട ചില്ലറ വിൽപ്പന വില 10 രൂപയിൽ നിന്നും 12 രൂപ വരെയായി. തനി നാടൻ എന്നറിയപ്പെടുന്ന വീടുകളിൽ വളർത്തുന്ന കോഴികളുടെ മുട്ടയ്ക്ക് വില വർദ്ധിച്ചു. നേരത്തെ 10 രൂപ മുതൽ 12 രൂപ വരെയായിരുന്നു വില. ഇപ്പോഴത് 14 രൂപ വരെയായി. കണ്ണൂരിൽ 2 ആഴ്ച മുൻപ് 6 രൂപ 75 പൈസ കിട്ടിയിരുന്ന കോഴിമുട്ടയ്ക്കിപ്പോൾ 8 രൂപയാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ മുട്ട ഉൾപ്പെടുത്തിയതോടെ കേരളത്തിലേക്ക് പ്രധാനമായും മുട്ടയെത്തുന്ന തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നുള്ള വരവ് പകുതിയോളമായി കുറഞ്ഞത് വില കൂടാൻ ഒരു കാരണമായി. ഇതിനൊപ്പം കോഴിത്തീറ്റയുടെ വിലയിലുണ്ടായ വൻ വർധനവും കോഴി വളർത്തൽ മേഖലയെയും മുട്ട ഉൽപ്പാദനത്തെയും ബാധിച്ചു. നിലവിൽ 50 കിലോഗ്രാം വരുന്ന ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്ക് 2300 രൂപ വരെയാണ് വില. നാമക്കല്ലിൽ നിന്ന് പ്രതിദിനം 2,12,45,000 കോഴിമുട്ടയാണ് കേരളത്തിലേക്ക് കയറ്റി അയക്കുന്നതെന്നാണ് വ്യാപാരികളുടെ കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ കണക്ക്. എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നാണ് മൊത്ത വ്യാപാരികളുടെ നിലപാട്. നാമക്കല്ലിൽ മുട്ട വില 2025 മാർച്ചിൽ 5 രൂപ 80 പൈസ ഉണ്ടായിരുന്നത് 2026 ഏപ്രിൽ മുതൽ 6 രൂപ 40 പൈസയായി. ജൂണിൽ വീണ്ടും വർദ്ധിച്ച് വില 6 രൂപ 50 പൈസയായി. ഒരു മാസമായി ഇതാണ് വില. നാമക്കല്ലിൽ ഏറ്റവും കൂടിയ വിലയാണ് 6 രൂപ 50 പൈസ. BV 380 കോഴി കർഷകരുടെ BMW. കോഴി കർഷകരുടെ BMW ആണ് BV 380 എന്ന ഇനം കോഴി. വർഷത്തിൽ 280 മുതൽ 300 വരെ മുട്ടകളിടുന്ന കോഴിയെ വളർത്തിയാൽ വിലക്കയറ്റമൊന്നും വീട്ടിലേക്ക് കയറില്ല. മുട്ടത്തോടിനും തവിട്ട് നിറമായതിനാൽ ആവശ്യക്കാരേറെയാണ്. കുറഞ്ഞ തീറ്റച്ചെലവിൽ കൂടുതൽ മുട്ടയും നല്ല തൂക്കവും ഇറച്ചിയും ലഭിക്കുന്നതിനാൽ BV 380 ഇനത്തിന് കേരളത്തിലെ കോഴി കർഷകർക്കിടയിൽ പ്രചാരമേറുകയാണ്. പരമ്പരാഗത നാട്ടുകോഴിക്കും ബ്രോയിലറിനും പുറമെ ഇരട്ട പ്രയോജനം നൽകുന്ന ഇനം കൂടിയാണ് ഇത്. മുട്ടയുടെ വില വീണ്ടും കുതിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിലയൊക്കെ കേട്ട് ജനങ്ങൾക്ക് അത്ഭുതമാണ് എങ്കിലും മുട്ട കഴിക്കാതെ പറ്റില്ലല്ലോ.